ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി വ്ളോഗെല്ലാം ഇട്ടിട്ട് ഇന്നും കൂടി വ്ളോഗ് ഇടണമെന്ന് ഉദ്ദേശിച്ചൊന്നും അല്ല, പിന്നെ അങ്ങ് എടുത്തേക്കാം എന്നോർത്താണ്. കാരണം എല്ലാ വിശേഷ ദിവസങ്ങളും വ്ളോഗും കാര്യങ്ങളും എൻ്റെ വീട്ടിലെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഇതും കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം രാവിലെ നല്ല മഴയുണ്ട്, ക്ലൈമറ്റ് ഒരു മാതിരിയാണ് ഇരിക്കുന്നത്. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേനും സമയവും കിട്ടിയില്ല, പിന്നെ ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് തിരുവോണം അല്ലേ, അപ്പോൾ തിരുവോണമൊക്കെ ആയിട്ട് അങ്ങനെ മടിയൊന്നും പിടിച്ചിരിക്കാൻ പാടില്ല. കാരണം വാവയുടെ ആദ്യത്തെ ഓണമാണ്, ഇസയുടെ രണ്ടാമത്തെ ഓണമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്തേക്കാം വിചാരിച്ചു. ഇപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പം മഴ ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ പരിപാടിയെല്ലാം സ്പീഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ കുറച്ച് ആയി വരുന്നു, ഇനി ചോറൊക്കെ വെക്കാറായി. ഇപ്പം സമയം 10 കഴിഞ്ഞു. അപ്പം സദ്യയുടെ ഒരുക്കം ഏകദേശമൊക്കെ ആയി കേട്ടോ. എല്ലാം സ്പീഡപ്പ് ചെയ്തു. പിന്നെ അത്തപ്പൂക്കളമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്തപ്പൂക്കളത്തിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്നും അധികം പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തു നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം പൂക്കൾ കിട്ടിയിട്ടുണ്ട് മുറ്റത്ത്. അപ്പം നമ്മുടെ പഴയ കാലത്തെ പോലെ തൊടിയിലൊക്കെ പോയി നമ്മൾ പൂക്കളൊക്കെ പറിച്ചിടുന്ന ആ ഒരു വൈബാണ് ഇന്ന് കിട്ടിയത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മഴയായിരുന്നു. പിന്നെ ഇസയായിട്ട് ഞാൻ കുടയൊക്കെ പിടിച്ച് 2-3 പൂവൊക്കെ അവളെ കാണിക്കാനായിട്ട് പറപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവൾ അധികം നിന്ന് തരത്തില്ല, ഭയങ്കരമായിട്ട് ഇപ്പം ഓടി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒന്നും അവളെയും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പിന്നെ തിരിച്ച് അവളെ കയറ്റി, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും മിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പൂവെല്ലാം പറിച്ച് സെറ്റ് ചെയ്ത് ഒരു വിധം പൂക്കളം ആക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ പൂക്കളം. അപ്പോൾ ഇവളാണ് കംപ്ലീറ്റ് ആയിട്ട് പൂക്കളത്തിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് പൂക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പൂക്കൾ വെച്ചിട്ടാണ് ഇവൾ ഇത്രയും സംഭവം എല്ലാം സെറ്റ് ചെയ്തത്. കണ്ടില്ലേ, അത്യാവശ്യം ഇച്ചിരി വലിയ പൂക്കളായി അല്ലേ? അത്യാവശ്യം വലിയ പൂക്കളമായി. തട്ടിക്കൂട്ടി അങ്ങ് ചെയ്തു. അപ്പം ഇനി ഞാൻ തലമുടി പോലും ഞാൻ ചെയ്തിട്ടില്ല. ഇനി വേണം അത്യാവശ്യം ഒരുങ്ങാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഒരുങ്ങാന്ന് വെച്ചു. ബാക്കി പിള്ളേരെ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ വേണം റെഡി ആവാനൊക്കെ ആയിട്ട്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഇനി റെഡി ആയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അപ്പം എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സദ്യയാണ് കേട്ടോ. അപ്പം ആ സദ്യയൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. സെറ്റ് സാരി, ജിമിക്കി കമ്മൽ, കുപ്പിവള, ഇതൊക്കെ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രം ധരിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി വന്നപ്പോൾ അവൾ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പട്ടുപാവാടയും ബ്ലൗസ് അവൾ ആദ്യമേ ഇട്ട സമയത്തൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കി നിന്ന് ഭയങ്കര ചിരിയും മേളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങ് നിന്നു. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി അവരും കൂടി റെഡി ആവാനുണ്ട്. പിള്ളേരെ നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് അത്ര ഒരു സമയം പോകേണ്ടതായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരും റെഡിയായി. അപ്പോഴാണ് അവൾ കളിയും മേളത്തിൻ്റെ ആ ഒരു തിരക്കിലാണ്. ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കോ ഒന്നും നിന്ന് തരത്തില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിലാണ് ഒന്ന് സെറ്റ് ചെയ്ത് വിട്ടത്. അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പ വാഴയ്ക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എന്തിനാണ് ഈ ചിപ്സ് എല്ലാം വാങ്ങിക്കുന്നത്? നമുക്ക് കുറച്ച് എണ്ണയും അല്ലെങ്കിൽ കുറച്ച് വാഴയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിപ്സ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാ ഓണത്തിനും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾ ഇതുപോലെ ചിപ്സൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ കുസൃതിയും കുറുമ്പും ഒക്കെ ആയിട്ട് അവളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് കുറച്ചൊരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾക്ക് വേണം. അപ്പോൾ ആ സമയത്ത് അവളത് മുറിക്കും. അപ്പോൾ അമ്മ പറയും, ഈ എണ്ണയൊക്കെ ചൂടാക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഇവൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ മാറ് എന്ന് പറയുന്നതാണ് കാണുന്നത്. അവൾ എന്ത് ചെയ്താലും അവൾക്ക് അടുക്കളയിൽ തന്നെ നിൽക്കണം. ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതതുപോലെ
അതുപോലെ ചെയ്യണം. അവിടെയുള്ള സാധനങ്ങളിലൊക്കെ ഒന്ന് തൊടുകയും പിടിക്കുകയും ഒക്കെ വേണം. എന്നാൽ ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട ആൾക്കിതുപോലെയുള്ള പാത്രങ്ങൾ, സ്പൂണ് ഇതൊക്കെയാണ് വലിയ കാര്യം. പിന്നെ മിന്നുവിൻ്റെ കയ്യിൽ നിന്ന് മാറത്തേയില്ല. മിന്നു എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ ചൂടാണെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല. ചിപ്സ് ഉണ്ടാക്കുന്നത് അവൾക്ക് അപ്പം തന്നെ വേണം. അപ്പോൾ ആ ചിപ്സ് അവൾ വായിലേക്ക് വെച്ചപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായി ചൂടാണെന്ന്. അപ്പോൾ ആ ചിപ്സ് തിരിച്ച് തരികയും ചെയ്തു കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ വാഴയ്ക്കൊക്കെ ചിപ്സിന് ഉള്ളത് ബാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചിപ്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ആർക്കും വേണ്ട. കാരണം ഞങ്ങൾ 4 പേരെയോ ഈ പ്രാവശ്യത്തേനും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേണ്ടായിരുന്നു. അങ്ങനെ 2 പേർക്കും ഓണക്കോടി കിട്ടി. അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്താലേ അവൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ ആ സന്തോഷം കുറച്ച് നേരം നിലനിൽക്കത്തുള്ളൂ. അതെവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. പിന്നെ ഓണസദ്യയൊക്കെ റെഡിയായി. രാവിലെ തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അമ്മയും ഞാനും അനിയത്തിയൊക്കെ എഴുന്നേറ്റ് സദ്യ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. പായസം ചെറുപയർ പരിപ്പാണ് വെച്ചത്. പായസവും ഇഞ്ചി ഉള്ളിത്തീയലെല്ലാം തലേ ദിവസം വെച്ചു. സാമ്പാറും അവിയലും ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം രാവിലെ തന്നെ വെച്ചു. അപ്പോൾ എല്ലാ വീടുകളിലും ഇഡ്ഡലി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ, അങ്ങനെയാണ് സാമ്പാർ വെച്ചിട്ട്. പരിപ്പും കാര്യങ്ങളൊന്നും വെക്കാൻ നിന്നില്ല. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വെറുതെ വേസ്റ്റായി പോവുള്ളൂ. പിന്നെ ഇസ ആ സമയമായപ്പോഴത്തേനും എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ടേബിളിലിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ജന്മം പോയാലും അവൾ സമ്മതിച്ച് തരത്തില്ല. ചെയറിൽ കയറുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ താഴെയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാവാട ഇട്ടതുകൊണ്ട്. അപ്പോൾ നിലത്തോട്ടാണ്. ഇപ്പോൾ ഞാനൊക്കെ നിലത്താണ് ഇരുന്നത്. പക്ഷെ അവളുടെ കൂടെ ഇരിക്കാമെന്ന് വെച്ചപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം സദ്യയെല്ലാം കഴിഞ്ഞ് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് അത്തപ്പൂക്കളത്തിൻ്റെ അതാണ് മെയിനായിട്ടുള്ളത്. അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കാം എന്ന് വെച്ചപ്പോഴത്തേന് അവൾ സമ്മതിച്ച് തരത്തില്ല. അവൾക്ക് ഇതിലൂടെ ഇങ്ങനെ അത്തപ്പൂക്കളമൊക്കെ എടുത്ത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ആഘോഷിക്കണം. അതാണ് അവളുടെ മെയിൻ പരിപാടി. പിള്ളേരുള്ള വീടുകളിലെല്ലാം കുറച്ച് സെക്കൻഡുകളിൽ മാത്രമേ ഈ അത്തപ്പൂക്കളം നിലനിൽക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്, ഈ പരിപാടിയാണ്. കുറച്ച് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് കുറച്ച് 1-2 ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അത്തപ്പൂക്കളമെല്ലാം വളരെ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്നത് ഈ ഒരു പരിപാടിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.